കുട്ടികളുടെ പാർക്കിൻ്റെ നവീകരണം ഇന്ന് ആരംഭിച്ചിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മൾ എഗ്രിമെൻ്റ് വെച്ചതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വന്നപ്പോൾ അത് വൈകിപ്പോയി. എങ്കിലും കനറ ബാങ്കിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അവരായിട്ടുള്ള നമ്മൾ എഗ്രിമെൻ്റ് വെച്ചത്. അവരെന്നെ ചെയ്തിരുന്നതും ആ CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരണം ആരംഭിച്ചു. ഇന്നു മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് പണി കഴിയും. പുതിയ റൈഡുകൾ വരുന്നുണ്ട്. പുതിയ റൈഡുകൾ 2 റൈഡുകൾ വരുന്നു. പൊതുവെ ഇതിൻ്റെ മുഖച്ഛായ മാറ്റി കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ പാർക്ക് നവീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തനം പൂർത്തീകരിച്ച് കുട്ടികൾക്ക് കൈമാറാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ എഗ്രിമെൻ്റ് പണിക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. CSR ഫണ്ടാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളാണ് ഇപ്പോൾ CSR ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വെച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, ഈ പാർക്കിൻ്റേതായ എല്ലാ പ്രവൃത്തികളും നവീകരിച്ച് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വന്ന് ഉല്ലാസിക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമാക്കി തീർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആൾക്കാരായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പണി ആരംഭിച്ചു. ഇപ്പോൾ നമ്മളുടെ ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. എല്ലാ പണികളും കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാവുന്ന സംവിധാനം ഈ ഭരണസമിതി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നടക്കുകയും ചെയ്യും. യാതൊരു തർക്കങ്ങളും ഉണ്ടാകേണ്ട ആവശ്യമില്ല. വെറുതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തർക്കങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് മറുപടിയായി ഇതിൻ്റെ പണി ഇപ്പം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. സുപ്രഭാതത്തിലുണ്ടാവണേ ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം നടത്തുകയാണ്. അതാണ് ഇപ്പോൾ ഈ ബോധ്യമുള്ള കാര്യം. അതിപ്പോൾ ഇന്നലെ വിചാരിക്കുമ്പോൾ ഇന്ന് നടത്താൻ പറ്റിയ കാര്യങ്ങളല്ലേ. ആ സമയത്ത് ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ആ സന്ദർഭോചിതമായിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ഇതാണ് കുതന്ത്രപരമായ നടപടിയാണ് UDF ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ.